CPM നടപ്പാക്കുന്ന ഈ സമീപനങ്ങളെ, നയങ്ങളെ യഥാർത്ഥത്തിൽ ഇന്ന് എതിർക്കുന്നത് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും മാത്രമാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഴിമതികൾ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം കോൺഗ്രസും അതിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുമാണ്. കോൺഗ്രസ് ഒരു ലെഫ്റ്റ് ഓഫ് സെൻട്രൽ പാർട്ടിയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. രാജ്യത്തെ ശതകോടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ കൂടുതൽ കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും സമ്പന്ന ശക്തികളായി കൂടുതൽ തടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അഴിമതികളും വഴിവിട്ട അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെയും ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. പല ആളുകളും ഞങ്ങളോട് ചോദിക്കും, എന്താണ് എപ്പോഴും അദാനി എന്ന് പറയുന്നത്? അദാനിയാണെങ്കിലും അംബാനിയാണെങ്കിലും രാജ്യത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന ഈ സമ്പത്തിനെതിരായി വിരൽ ചൂണ്ടാൻ ശ്രമിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. അദാനിക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. കേരളത്തിലേക്ക് അദാനി, ഒരു സംശയമില്ലാതെ അദാനിയെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വികസനം 3.5 പതിറ്റാണ്ട് കാലം പിറകോട്ടടിപ്പിക്കുകയും കേരളത്തിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും സംസ്ഥാനം വിടേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഒരുക്കിയ CPM ഇനിയാണെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ശതകോടീശ്വരന്മാരുടെയും പണക്കാരുടെയും കുത്തക മൂലധനത്തിന് വൻ ലാഭം കുന്നുകൂടുന്ന നയങ്ങൾ നടപ്പാക്കുന്ന വികസന വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളാരും വികസന വിരുദ്ധരല്ല. നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ വികസന പരിപാടികളെയും എതിർത്തിട്ടുള്ളൊരു പാർട്ടിയാണ് CPM. ഇന്ന് അവരുടെ ഈ നയമാറ്റം അത് പൊതുജനം അറിയണം, സമൂഹം വിലയിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വികസന രേഖയെ ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല. ഒരു ആത്മാർത്ഥതയുമില്ലാത്തതാണ്. ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം അവർ ഇത് സ്വീകരിക്കേണ്ടത്. അല്ല, അതാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ADB ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് മോഡേണൈസേഷന് വേണ്ടി ഫണ്ട് വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ VS, ആ ഉദ്യോഗസ്ഥനെ ഇരട്ടി ശമ്പളത്തിൽ നിയമിക്കുന്ന പിണറായി വിജയൻ. ഇതാണ് ഈ വ്യത്യാസം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ അതേ വികസന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെയും തൊഴിലാളികളുടെയും സാധാരണക്കാരനും ഇത് ദോഷകരമാണ് എന്ന് പറഞ്ഞ് 3.5 പതിറ്റാണ്ട് കാലം സമരം നടത്തി ആളുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ പാതയിലേക്ക് വന്നിരിക്കുന്നത്. പഴയ കാലത്ത് ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്ത് പിന്നീട് തെറ്റാണെന്ന് പറഞ്ഞവർ ഇതേ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. അല്ലെ, സ്വാഗതം ചെയ്യാനുള്ളതല്ലോ ഇത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയം അദ്ദേഹം നയരേഖ അവതരിപ്പിക്കുകയുണ്ടായി. ആ നയരേഖ കൊണ്ട് എന്ത് മാറ്റം ഇവിടെ ഉണ്ടായി? കൊല്ലത്ത് അവതരിപ്പിച്ച ഈ നയരേഖ കൊണ്ടും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. വികസനം എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടിയാണ് വികസനം ഉണ്ടാകേണ്ടത്. ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഗ്രാന്റ് പോലും വെട്ടിക്കുറച്ചു, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പണം പോലും വെട്ടിക്കുറച്ചു. അങ്ങനെയാണോ ഇവിടെ വികസനം നടത്തേണ്ടത്? സമൂഹത്തിലെ ഏറ്റവും ദുർബലത അനുഭവിക്കുന്ന പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, തൊഴിലാളികൾ, ഇവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് തുക പോലും പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ വികസനം ആർക്ക് വേണ്ടിയാകണം? സമൂഹത്തിലെ ഏറ്റവും ദുർബലത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാകണം വികസനം. അതാണ് ഞാൻ പറഞ്ഞ കയർത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, അവരൊക്കെ ഇന്ന് പട്ടിണിയിലാണ്. അവരെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ ഗവൺമെന്റ്. അവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം.